മീനച്ചിൽ താലൂക്ക് NSS യൂണിയൻ പ്രതിഭാ സംഗമം 2024 നടന്നു. NSS കരയോഗം രജിസ്ട്രാർ VV ശശിധരൻ നായർ ഉദ്ഘാടനവും സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. മീനച്ചിൽ താലൂക്ക് NSS യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും എൻഡോമെന്റ് വിതരണം ചെയ്യുന്നതിനും സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര കാഴ്ചവെച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനും സമ്മാനങ്ങൾ നൽകുന്നതിനുമായി NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് NSS യൂണിയൻ ചെയർമാൻ മനോജ് B. നായരുടെ അധ്യക്ഷതയിൽ പ്രതിഭാ സംഗമം 2024 സംഘടിപ്പിച്ചു. VV ശശിധരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. ചെയർമാൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രഗത്ഭരായ കമ്മിറ്റികളുണ്ട്. അവർക്ക് ഒരു അജണ്ടയുണ്ട്. അജണ്ട എന്ന് പറയുന്നത് വളരെ കാഴ്ചപ്പാടോടുകൂടിയ രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് ശ്രീ മനോജ് സാറ് ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതൊന്ന്, നമ്മുടെ താലൂക്ക് യൂണിയൻ്റെ ആസ്ഥാന മന്ദിരം പൂർത്തീകരിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമുക്ക് 105 കരയോഗങ്ങളാണ് മീനച്ചിൽ താലൂക്ക് യൂണിയൻ്റെ കീഴിലുള്ളത്. ആ 105 കരയോഗങ്ങളും സജീവമായി പ്രവർത്തിപ്പിക്കുക. 105 കരയോഗങ്ങളുണ്ട്. പക്ഷേ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. 75 കരയോഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ നായർ സർവീസ് സൊസൈറ്റി കൊടുക്കുന്ന സ്കോളർഷിപ്പിനുള്ള കുട്ടികളുടെ അപേക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. യൂണിയൻ സെക്രട്ടറി MC ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിയൻ ഭരണസമിതി അംഗം ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറത്ത് കൃതജ്ഞതയും രേഖപ്പെടുത്തി. i4A ന്യൂസ്, പാലാ.